ചെസ്റ്റ് വർക്കൗട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തത് ബാക്ക് വർക്കൗട്ടാണ്. ബാക്കിനിങ്ങനെ തിക്നെസ് കൊണ്ടുവന്നത് വോളിയൂമും കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു റൂട്ടീനാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ജനറ്റിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് ഓരോരുത്തർക്ക് ബാക്കിന് വീതി കുറവായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമ്മളൊരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്തു എന്ന് വെച്ച് ബാക്കിൻ്റെ വീതി കൂടത്തോ ഒന്നുമില്ല. മസിൽസ് ഡെവലപ്പ് ചെയ്യും തോറും നിങ്ങളുടെ ബാക്ക് വലുതാവും. നിങ്ങൾക്ക് മസിൽസ് കുറവാണെങ്കിൽ ബാക്ക് ചെറുതായിട്ടിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് വേണം ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്ക്. നമ്മളൊരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റ്സിൻ്റെ വീതി കൂടി അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പം നിങ്ങൾ അർണോൾഡിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ലോവർ ഇൻസേർഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ റോണി കോൾമാൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ അർണോൾഡിൻ്റെ ബാക്ക് തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം ജെനറ്റിക്സ് ആണ്. ഇപ്പോൾ ജെനറ്റിക്സ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓവർ ടൈം നിങ്ങളൊരു 5 years 6 years ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാക്ക് സ്ലോലി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ബാക്കിൻ്റെ ആ ഒരു തിക്നെസ്സും വോളിയൂമും ടീഷർട്ട് ഒക്കെ ഇടുമ്പോഴത്തേക്ക് പുറകിൽ നിന്നുള്ള വി ടേപ്പറൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ടൈം കൊടുക്കണം. എസ്പെഷ്യലി ബാക്ക് എന്നുള്ളൊരു വലിയ മസിലാണ്, ലെഗ് പോലെ തന്നെ ഒരു വലിയ മസിലാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ടൈമും കൊടുക്കണം, അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കൊടുക്കണം. ഞാൻ കാണിക്കാൻ പോകുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിനാണ്. ബാക്കും പിന്നെ ചെസ്റ്റുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുള്ള 2 മസിൽ. അപ്പോൾ എൻ്റെ ബാക്ക് റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാക്ക് വർക്കൗട്ട് തുടങ്ങണേ മുന്നേ ബാക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ബാക്കിന് മസിൽസ് ആക്ടിവേറ്റ് ചെയ്ത് അതിന് വാമപ്പ് ചെയ്തെടുക്കുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. കിട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിനിമം 4 sets, 4 സെറ്റ് വെച്ചെങ്കിലും മിനിമം ചെയ്യാൻ തുടങ്ങണം. 15, 12, 10, 8 ഇതായിരിക്കും റെപ്പിറ്റേഷൻസ്. 15, 12, 10, 8 ചെയ്യുമ്പോഴത്തേക്ക് വെയിറ്റ് സ്ലോലി പ്രോഗ്രസ് ചെയ്യണം. 15 ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ വെയിറ്റ്, 12 ചെയ്യുമ്പോഴത്തേക്ക് വെയിറ്റ് കൂട്ടാം. അങ്ങനെ പയ്യെ പ്രോഗ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ റൂട്ടീൻ ചെയ്യുമ്പോഴത്തേക്ക്. ഇത് സ്ട്രെച്ചിങ് ആണ്. നിങ്ങളുടെ ബാക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഒരു ടൈറ്റ്നസ് നിങ്ങളുടെ ബാക്കിൽ കൊടുക്കും. ഇതാണ് മൂവ്മെൻറ്റ്. സ്ട്രെച്ച് ചെയ്യുക, പുൾ ചെയ്യുക, ലാറ്റ്സിന് ടൈറ്റ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുക, പുൾ ചെയ്യുക, ലാറ്റ്സിന് ടൈറ്റ് ചെയ്യുക. ഇത് സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ വേണം, ഇത് ബാക്കിലോട്ട് വേണം. കണ്ടോ, എൻ്റെ ആംസ് ഇങ്ങോട്ടോ വേണം, സ്ട്രെയിറ്റ് അല്ല, ഇങ്ങോട്ടും അല്ല, ബാക്കിലോട്ട് പുൾ ചെയ്യണം. ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, പുൾ ചെയ്യുക, പുൾ ചെയ്യുക, പുൾ ചെയ്യുക. നിർത്താം. അത് നമ്മുടെ ലാറ്റ്സ് ഈ ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ വെക്കാം. ജസ്റ്റ് ഒന്ന് ലാറ്റ്സ് ടൈറ്റ് ചെയ്യുക, സ്ട്രെച്ച് ടൈറ്റ് ചെയ്യുക, സ്ട്രെച്ച് ടൈറ്റ് ചെയ്യുക, സ്ട്രെച്ച്. ശരി, നിങ്ങൾ ബാബൽ റോസ് ചെയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ഇനി തൊട്ട് ബാബൽ റോസ് ആഡ് ചെയ്യണം. കാരണം ബാബൽ റോസിൻ്റെ മൂവ്മെൻറ്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് മൂവ്മെൻ്റ് ആണ്. ഡെഡ് ലിഫ്റ്റ് പോലെ തന്നെ ആ ഒരു സ്റ്റാൻസ്, നമ്മുടെ നിൽക്കുന്ന സ്റ്റാൻസും നമ്മുടെ ഗ്രിപ്പും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ വൈഡ് ഗ്രിപ്പൊന്നും പിടിച്ച് ബാബൽ റോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്ലോസ് ഗ്രിപ്പ് പിടിക്കുക. ക്ലോസ് ഗ്രിപ്പ് പിടിച്ചിട്ട് ആ ഒരു നമ്മൾ അവിടെ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറിൽ ഓരോ സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു ക്ലോസ് ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റ് നല്ല വൃത്തിയായിട്ട് ചെയ്യണം. ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുട്ടിന് അടിയിലോട്ട് ബാർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അവിടുന്ന് പുള്ളി, അപ്പോൾ അത്ര സ്ട്രെച്ചിങ് കിട്ടും. ആ സ്ട്രെച്ചിൽ നിന്ന് പിന്നെ പുള്ളി ചെയ്ത് നിങ്ങളുടെ ലാറ്റ്സ് ടൈറ്റ് ചെയ്യാൻ നോക്കുക. എൻ്റെ ബാക്ക് ശരിക്കും ഡെവലപ്പ് ചെയ്തത്
രണ്ട് ഫോട്ടോസിന് ഒരു ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 years ഡിഫറൻസ് ഉണ്ട് ഇതിൽ. എൻ്റെ ബാക്ക് ശരിക്കും ഗ്രോ ചെയ്തത് റോയിങ് മൂവ്മെൻറ്റ്സ് ചെയ്തതിന് ശേഷം. റോയിങ് മൂവ്മെൻറ്റ്സ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തൊരു 4 sets 5 sets ഒക്കെ ഹെവി വെയിറ്റ് ഇട്ട് ട്രെയിൻ ചെയ്ത് ആ ബാക്കിൻ്റെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും റോയിങ് മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക. തേർഡ് വർക്കൗട്ട് ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ഡംബിൾ റോസ്. ഡംബിൾ റോസ് എങ്ങനെ ചെയ്യുന്നതിനും ഡംബിൾ റോസിൻ്റെ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചത്. ഈ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഒരു ക്ലോസ് ഗ്രിപ്പ് ഹാൻഡിൽ എടുക്കുക. ക്ലോസ് ഗ്രിപ്പ് ആയിട്ടുള്ള ഹാൻഡിൽ. ഇത് ബാക്കിയുള്ള ഡംബിൾ റോയും ബാർബിൾ റോയും പോകുന്ന മൂവ്മെന്റ് തന്നെ, വേറെ വ്യത്യാസമില്ല. പക്ഷെ ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലോസ് ഗ്രിപ്പ് വേരിയേഷൻ ആണ്. ഇതാണ് ഫോർത്ത് മൂവ്മെന്റ് ടീ ബാർ റോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊരു ക്ലോസ് ഗ്രിപ്പ് വേരിയേഷൻ എടുക്കുക. ക്ലോസ് ഗ്രിപ്പ് ആയിട്ടുള്ള ഹാൻഡിൽ എടുത്തിട്ട് നമ്മൾ ലാറ്റ്സ് ഒന്ന് പുറത്തോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. ലാറ്റ്സ് അവിടെ നിന്ന് പുൾ ചെയ്യാം. ഞാൻ അത്ര വെയിറ്റ് ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. അത് ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ തന്നെ ശരിക്കും എൻ്റെ ബാക്ക് ഞാൻ ശരിക്കും വേർത്ത് കുടിച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ 4 മെയിൻ മൂവ്മെന്റ്സ് ആണ്. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും സ്ട്രെച്ച് ചെയ്യാം. നിങ്ങൾ ലാറ്റ്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുക. കാരണം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിയുള്ള മസിലിനെ പോലെ നമുക്ക് ബാക്ക് മസിൽ കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. അപ്പൊ കണ്ണാടി നോക്കി എൻ്റെ പമ്പ് വരുന്നുണ്ടോ, അത് നമുക്ക് ആ ഒരു മൂവ്മെന്റ് ശരിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം എപ്പോഴും ലാറ്റ്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ആ ഒരു ടൈറ്റ്നെസ് കിട്ടിയതിന് ശേഷം ലാറ്റ്സ് ഒന്ന് പമ്പ് ആയതിനു ശേഷം കുറച്ച് പുള്ളപ്പ് മൂവ്മെന്റ്സും പിന്നെ കുറച്ച് സ്ട്രെച്ചിങ് മൂവ്മെന്റ്സും ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡെഡ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഡെഡ് ലിഫ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ് നിങ്ങളുടെ ബാക്ക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ബാക്കും നിങ്ങളുടെ ഓവറോൾ ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ് ആണ് ഡെഡ് ലിഫ്റ്റ്. ഡെഡ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബാബൽ റോസ്, ഡംബിൾ റോ, ടീ ബാർ റോ, ഈ 4 റോയിങ് മൂവ്മെന്റ്സ്. ഇതാണ് ഒരു ബേസിക് 4 റോയിങ് മൂവ്മെന്റ്സ്. ഇതിലും കൂടുതൽ വർക്കൗട്ട്സ് കുറേ ഉണ്ട് ബാക്കിന് ചെയ്യാൻ പറ്റുന്നത്, ലാറ്റ് പുൾ ഡൗണും കേബിൾ റോസും കാര്യങ്ങളും. പക്ഷെ ഈ ഒരു 4 മൂവ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള മൂവ്മെന്റ്സ് ചെയ്യും. നിങ്ങൾ യൂഷ്വലി നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന പോലെ ലാറ്റ് പുൾ ഡൗണോ അല്ലെങ്കിൽ കേബിൾ റോസും കാര്യങ്ങളൊക്കെ. ഈ 4 മൂവ്മെന്റ്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യും. ഈ 4 മൂവ്മെന്റ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. വെയിറ്റ് ഇട്ടിട്ട് സ്ലോലി ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ 6 months 8 months 1 year ടൈം കൊടുത്തു. നിങ്ങൾ ബൾക്ക് ചെയ്ത് 1 year ഒരു ബൾക്കിംഗ് സെഷൻ എടുത്ത് ഒരു ബൾക്കിങ്ങിന്റെ ഒരു റൂട്ടീൻ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ 4 മൂവ്മെന്റ്സ് നിങ്ങളുടെ ബാക്ക് വർക്കൗട്ടിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് ബാക്കിന് വരാൻ പോണ ഗ്രോത്ത് ട്രെമൻഡസ് ആയിരിക്കും. നല്ല ഗ്രോത്ത് കാണും. കാരണം ആ ഒരു തിക്നെസ് മോളിയുമ്പോൾ, കാരണം ഞാൻ കട്ട് ചെയ്തപ്പം 74-74.5 എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സെപ്പറേഷൻ വന്നിട്ടും ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിലാണ്. എൻ്റെ ലോവർ ബാക്കിന്റെ തിക്നെസ്സും പിന്നെ ആ ഒരു ബാക്ക് പോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മസിൽസിന് സെപ്പറേഷൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബാക്കിൽ. ഇപ്പൊ എനിക്ക് കുറച്ച് ഫാറ്റ് ബോഡിയിൽ കയറി, ബൾക്കിങ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണ്. കുറച്ച് ബോഡിയിൽ ഫാറ്റ് കയറും. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ബൾക്ക് ചെയ്യുമ്പോഴത്തേക്ക്. നിങ്ങൾ നാച്ചുറലി നല്ലൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ കോമ്പറ്റീഷനിൽ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ആ രീതിയിൽ വേണം അത് ഫോക്കസ് ചെയ്യാൻ. നിങ്ങൾ നാച്ചുറൽ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ടൈം എടുക്കും. സോ പ്ലീസ് നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങൾ 6 months വർക്കൗട്ട് ചെയ്ത് 2 മാസം വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരുന്നില്ല, എന്നിട്ട് ഇതെടുക്കുക അതെടുക്കുന്ന അതിന്റെ പോകല്. നിങ്ങൾ സമയം കൊടുക്കുക. 2 കൊല്ലം ടൈം കൊടുക്കുക, 5 കൊല്ലം ടൈം കൊടുക്കുക. ഇങ്ങനെയാണ് ബോഡി ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ടല്ല. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഫിറ്റ്നസ് മോഡൽസ് ഒന്നും പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് ഫിറ്റ്നസ് മോഡൽസ് ആയതല്ല. അവരുടെ പുറകിൽ ഒരു 5, 6, 8, 10 കൊല്ലത്തെ ട്രെയിനിങ് ആണ്. എന്നിട്ടായിരിക്കും ഒരു ദിവസം പെട്ടെന്ന് അവർ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് അതിനനുസരിച്ചുള്ള ഫോളോയിങ്സ് അവർ കിട്ടുന്നതും നല്ല ശരീരം അവർ കാണിച്ച് അതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യുന്നു. അവരുടെ പുറകിലും അതൊരു കഥയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഒരു 2 മാസം വർക്കൗട്ട് ചെയ്തിട്ട് അതുപോലെ ആയില്ലെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അയ്യോ ഞാൻ ചെയ്യുന്നത് മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ നിങ്ങൾ സ്റ്റെറോയിഡ് എടുക്കാൻ പോയി അത്യാവശ്യം കുറെ സപ്ലിമെന്റ്സും കാര്യങ്ങളും എടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുക, അതിനുശേഷം നിങ്ങൾ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അതാണ് ഒരു ബേസിക് കാര്യം, ബേസിക് ഫൗണ്ടേഷൻ. അതാണ് നിങ്ങൾ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. 5 കൊല്ലം ടൈം കൊടുക്കുക. അടുത്ത 5 കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്യും. മിനിമം ഒരു 1 hour ടൈം ഡെയിലി ജിമ്മിന് ഡെഡിക്കേഷൻ കൊടുക്കുക. 5 കൊല്ലം കൊടുക്കും. ഉറപ്പായിട്ടും ചേഞ്ചസ് വരും. നിങ്ങളുടെ ബോഡിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്കല്ല, നിങ്ങൾ ലോകം മൊത്തം നിങ്ങൾ കാണും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഓ
കുറച്ച് ഫാറ്റ് കയറി. സാരമില്ല, ഞാൻ കട്ട് ചെയ്ത് എന്റെ അടുത്ത കട്ടിങ് സീസൺ ആകുമ്പോഴത്തേക്ക് കാണാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്, ഷെയർ ചെയ്യുക ഈ വീഡിയോ. ബെൽ ഐക്കൺ ബട്ടൺ ഇവിടെ താഴെ ഉണ്ട്, അവിടെ ഹിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ